കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഊർജിത നടപടികൾ സ്വീകരിക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. 2 ജില്ലകളിലെയും വൈദ്യുതി മേഖലകളിലെ വികസന പദ്ധതികളും വെല്ലുവിളികളും അവലോകനം ചെയ്യുന്നതിന് പള്ളം ഡോം സേഫ്റ്റി ഹാളിൽ നടന്ന MLA-മാരുടെ KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA-മാരുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം സമിതികൾ സജീവമാക്കണം. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണം. KSEB ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് 3 മാസത്തിലൊരിക്കൽ ഈ സമിതികളുടെ യോഗം നടത്തണം. മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിക്കണം. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ സവിശേഷ സാഹചര്യം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. പബ്ലിക്കിനെ നേരത്തെ ഇൻഫോം ചെയ്യാം. പെട്ടെന്നാണെങ്കിലും ലോക്കൽ ചാനലുകളിൽ പെട്ടെന്ന് ഇന്ന സംഭവിച്ചിരിക്കുന്നു, ട്രാൻസ്ഫോമർ പോയി, അല്ലെങ്കിൽ മരം വീണ് ലൈൻ പോയി, നാട്ടുകാരെ അറിയിച്ചാൽ കുറേ അവരുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ പരാതികളുടെ സ്വഭാവം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പരിഹരിക്കാനുള്ള സ്പീഡി ആക്ഷനും വേണം. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒറ്റയടിക്കെല്ലാം തീർന്നു എന്നല്ല, തീർക്കാനുള്ള ശക്തമായ അറ്റംപ്റ്റ്, അത് കൂട്ടായ അറ്റംപ്റ്റ്, തീർക്കുന്നതിനുള്ള ശക്തമായ അറ്റംപ്റ്റ്, യൂണിഫൈഡ് അറ്റംപ്റ്റ്, കളക്റ്റീവ് അറ്റംപ്റ്റ്, അതാണ് ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം. നേരത്തെ പറഞ്ഞ പോലെ ഞാനില്ലെങ്കിലും ജില്ലാതലത്തിൽ നിങ്ങൾക്ക് മീറ്റിംഗ് വിളിക്കാം, ഞാൻ വരുന്നെങ്കിൽ വരാം. വൈദ്യുതി വിതരണം തടസ്സപ്പെടുമ്പോൾ സമയബന്ധിതമായി പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. വൈദ്യുതി മുടങ്ങുന്നതിന്റെ കാരണം പ്രാദേശിക കേബിൾ ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുള്ള ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കണം. പരാതികൾ അറിയിക്കുന്നതിന് ഫോണിലും നേരിട്ടും ബന്ധപ്പെടുന്നവരോട് സൗഹാർദ്ദപരമായി പെരുമാറാൻ ശ്രദ്ധിക്കണം. ഫീൽഡ് സ്റ്റാഫിന്റെ കുറവ് പരിഹരിക്കുന്നതിന് പ്രാദേശിക തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ടച്ചിംഗ് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ ഈ ജോലി നടക്കുന്നില്ലെന്നും ചിലയിടങ്ങളിൽ ആവശ്യമുള്ളതിലധികം മരക്കൊമ്പുകൾ മുറിക്കുന്നുണ്ടെന്നും ജനങ്ങൾ പറയുന്നു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പുതുപ്പള്ളിക്കും മണർകാടിനും ഇടയിൽ പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. മണ്ണ് പരിശോധനയുടെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാകുമെന്നും സബ്സ്റ്റേഷന്റെ ഡിസൈൻ സംബന്ധിച്ച് അന്തിമ തീരുമാനമായാൽ മുന്നോട്ടു പോകാനാകുമെന്നും KSEB അധികൃതർ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ കിടങ്ങറ സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ട്രാൻസ്ഫോമർ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നും KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാടശേഖരങ്ങൾ നിറഞ്ഞ കോട്ടയം ജില്ലയിലെ കുമരകം, ഐമനം, തിരുവാർപ്പ് മേഖലകളിലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ഹരിപ്പാട് മേഖലകളിലും വൈദ്യുതി മുടക്കം പതിവാകുന്നതിനാൽ സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് വേഗത്തിലാക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കുട്ടനാട് മേഖലയിൽ വഴിയോര കച്ചവടക്കാർക്കും വഴിയോരത്ത് താമസിക്കുന്നവർക്കും ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ വൈദ്യുതി കണക്ഷൻ നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന് പരിഹാരമുണ്ടാകണം. അരൂർ തുറവൂർ ദേശീയപാത നിർമ്മാണത്തിൽ ഭാഗമായി തകരാർ സംഭവിച്ച ഭൂഗർഭ വൈദ്യുത കേബിളുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തണം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് KSEBക്ക് പണം നൽകിയിട്ടുള്ള പദ്ധതികൾ അടിയന്തരമായി പൂർത്തീകരിക്കണം. പൂർത്തിയായ പദ്ധതികളുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ കാലതാമസം പരിഹരിക്കുന്നതിനും നടപടി വേണം. യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. MLA-മാരായ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, നാട്ടകം സുരേഷ്, പ്രൊഫസർ റോണി K. ബേബി, റെജി ചെറിയാൻ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, കോട്ടയം നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ, നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് K. ഉമേശൻ, KSEB സൗത്ത് സോൺ ചീഫ് എഞ്ചിനീയർ RR ബിജു, സെൻട്രൽ സോൺ ചീഫ് എഞ്ചിനീയർ K. ദിനേശ്, KSEBയിലെ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.